ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഈശോയുടെ സ്നേഹത്തിൽ പ്രിയ സഹോദരങ്ങളെയും ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ ഈ വചനം, തിരുവചനം എന്ന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്ന പരിശുദ്ധനായ സ്വർഗീയ പിതാവിൻ്റെ ദിവ്യമായ സാന്നിധ്യം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അനുഭവമായി തീരുവാൻ, ദൈവമക്കളാണെന്ന ബോധ്യത്തോടെ വളരുവാനുള്ള അനുഗ്രഹം നൽകണമേ. അടുത്ത പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്ഷയുടെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകുവാൻ സഹായിക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവ് ആ ദൗത്യ നിർവഹണത്തിനായിട്ടുള്ള എല്ലാ കൃപകളും നമ്മുടെ മേലെ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മയെ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോയുടെ ദൗത്യം, ഈശോ നമ്മളെ ഏൽപ്പിച്ച ദൗത്യം വിശ്വസ്തയോടെ നിർവഹിക്കുവാനുള്ള അനുഗ്രഹം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി നമുക്ക് ചോദിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈ വചനം, തിരുവചനം ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ മക്കളും അവരായിരിക്കുന്ന അവസ്ഥയിലും സാഹചര്യത്തിലും അനുഗ്രഹിക്കപ്പെടുവാൻ നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഫ്രാൻസിസ് അസീസി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ക്ലാരയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ പാതിരെ പിയോയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ അൽഫോൻസാമെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. പ്രിയമുള്ളവരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊളോസ്യർക്കുള്ള ലേഖനം 1-ാം അധ്യായത്തിലെ 27-ാമത്തെ വാക്യം നമുക്കൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം. ഈ രഹസ്യമാകട്ടെ, മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് തന്നെ. നമ്മളത് മറന്നു പോകാതിരിക്കുവാൻ വേണ്ടി ആ സാന്നിധ്യം എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ സാധിക്കട്ടെ. എന്നെ ശ്രവിക്കുന്ന നിങ്ങളുടെ അടുക്കൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നോക്കി സ്നേഹപൂർവ്വം ആശംസിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് പ്രേക്ഷിത ദൗത്യം നൽകുന്ന ഒരു സുവിശേഷ ഭാഗമാണ് നമ്മളിന്ന് ശ്രവിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ 18 മുതലുള്ള തിരുവചനം. യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. നമുക്കറിയാം, ഈശോയുടെ ഏറ്റവും അവസാനത്തെ വാഗ്ദാനമാണിത്. യുഗാന്തം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. കാരണം നിങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ പോയി എൻ്റെ കൽപ്പനകൾ പാലിക്കുവാൻ അവരെ ആഹ്വാനം ചെയ്യുമ്പോൾ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിങ്ങൾ സ്നാനം കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ എതിർപ്പുകളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകാം. പക്ഷെ നിങ്ങളതിൽ ഭയപ്പെടേണ്ട, നിങ്ങളതിൽ പതറിപ്പോകേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. ഈശോയുടെ ഈ അവസാനത്തെ വാഗ്ദാനം, ഈ ഒരു വാക്ക് ഒരു പ്രതിജ്ഞ പോലെ അപ്പോസ്തലന്മാർ അനുഭവിച്ചു എന്നുള്ളതാണ് പിന്നീടുള്ള സമയം ചിത്രീകരിക്കുന്നത്. നിങ്ങളെ സ്നാനപ്പെടുത്തുവിൻ. നമുക്കറിയാം, ക്രിസ്തീയ വിശ്വാസത്തിലേക്ക്, കത്തോലിക്ക വിശ്വാസത്തിലേക്ക് ഒരു വ്യക്തിയെ സ്വീകരിക്കുന്ന പ്രവേശന കൂദാശയാണ് ജ്ഞാനസ്നാനമെന്ന് നമുക്കറിയാം. അതൊരു ചടങ്ങ് അല്ല, മറിച്ച് അത് യേശുവിൻ്റെ ജ്ഞാനസ്നാനത്തോടുള്ള ഒരു കൂട്ടായ്മയാണ്, പങ്കുചേരലാണ്. ഇപ്പോൾ ഒരു വ്യക്തി ക്രിസ്തീയ അനുഭവത്തിൽ വളരണമെങ്കിൽ ആ വ്യക്തി യേശുക്രിസ്തുവിനെ ജ്ഞാനസ്നാനത്തിലേക്കും രൂപപ്പെടേണ്ടതാണ്. അപ്പോൾ യേശുവിൻ്റെ മാമോദീസായിൽ സംഭവിച്ച അതേ കാര്യങ്ങളോ അതേ അനുഭവങ്ങളോ ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതാണ്, സംഭവിക്കുന്നുണ്ട്.
പിതാവായ ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെട്ടു. പുത്രൻ ആ സാന്നിധ്യം അനുഭവിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അവിടെ വെളിപ്പെട്ടു. എന്ന് മാത്രമല്ല, വചനം പറയുന്നു, ഈശോ സ്നാനപ്പെടുന്ന സമയത്ത് സ്വർഗം തുറക്കപ്പെടുകയും ചില വാക്കുകൾ കേൾക്കുകയും ചെയ്തു. അത് പിതാവിൻ്റെ വാക്കുകളാണ്. ഇവനെൻ്റെ പ്രിയപ്പെട്ടവൻ, ഇവൻ ഞാൻ സംപ്രീതനായിരിക്കുന്നു. അപ്പോൾ ഏതൊരു വ്യക്തിയും ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകനാണ്, മകളാണ്. ആ ഒരു വ്യക്തിയിൽ ദൈവം എപ്പോഴും സംപ്രീതനാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം മാമോദീസ എന്ന ഒരു കൂദാശയിലൂടെ, മാമോദീസ അനുഭവത്തിലൂടെ ഓരോ വ്യക്തിയും പിതാവിന് പ്രിയപ്പെട്ട വ്യക്തിയായി മാറേണ്ടതാണ്. ഓരോ വ്യക്തിയും പിതാവിന് ഏറ്റവും പ്രിയങ്കരായിട്ട് രൂപപ്പെടേണ്ടതാണ്. അപ്പം നമ്മൾ ഓരോരുത്തരും പിതാവായ ദൈവത്തിന് പ്രിയപ്പെട്ടവരായി മാറാനുള്ള അടിസ്ഥാനപരമായ അനുഭവം എന്ന് പറയുന്നത്, അവസ്ഥ എന്ന് പറയുന്ന ജ്ഞാനസ്നാനമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഞാനും നിങ്ങളും മാമോദീസയിലൂടെ കർത്താവായ യേശുക്രിസ്തുവുമായിട്ട് ഐക്യപ്പെട്ടവരാണ്. ഇത് പൗലോസ്ലീഹ റോമാ ലേഖനത്തിൽ കൂടെ പറയുന്നൊരു കാര്യമാണ്. നിങ്ങൾ യേശുക്രിസ്തുവിൽ പാപത്തിന് മരിച്ചവരായി സ്നാനം സ്വീകരിച്ചു. അപ്പോൾ ജ്ഞാനസ്നാനം വഴിയായിട്ട് യേശുക്രിസ്തുവിൻ്റെ ഉദ്ധാന അനുഭവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു, വിശ്വാസ ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. അപ്പം അതുകൊണ്ട് ഈശോ ആഗ്രഹിക്കുന്നു സകല മനുഷ്യരും, അതുകൊണ്ട് ഈശോ മണ്ടേറ്റ് കൊടുത്തത്, ഈ ഉത്തരവ് കൊടുത്തത്, നിങ്ങൾ പോയി സകല ജനതകളെയും സ്നാനപ്പെടുത്തുവിൻ, ശിഷ്യപ്പെടുത്തുവിൻ. വെറുതെയല്ല, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. അപ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആരെങ്കിലും എവിടെയെങ്കിലും ജ്ഞാനസ്നാനം കൊടുത്താൽ പിന്നെ മറ്റൊരു ജ്ഞാനസ്നാനം ഇല്ല എന്ന് നമുക്കറിയാം. എന്നാൽ ഈ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലല്ല കൊടുത്തതെങ്കിൽ ആ വ്യക്തി കത്തോലിക്ക വിശ്വാസത്തിലേക്ക് വരുമ്പോൾ ഈ ത്രിത്വൈക ദൈവത്തിൻ്റെ നാമത്തിൽ ജ്ഞാനസ്നാനം കൊടുക്കാറുമുണ്ട്. അപ്പോൾ ഒരു വ്യക്തിയുടെ മേലുള്ള ഏറ്റവും സമ്പൂർണ്ണമായ മുദ്രപതിയിലാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഒട്ടുമിക്ക പ്രാർത്ഥനകളും അത് അവസാനിക്കുക ഈ ഒരു ഡോക്സോളജിയിലാണ്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. നമ്മുടെ മേലെ തന്നെ നമ്മൾ ചെയ്യുമ്പോൾ, നമ്മളെ തന്നെ നമ്മൾ റോഷ്മ ചെയ്യുമ്പോൾ, നമ്മളെ തന്നെ നമ്മൾ മുദ്ര ചെയ്യുമ്പോൾ നമുക്ക് വലിയൊരു ദൈവിക സംരക്ഷണം ലഭിക്കുകയാണ്. ഒരു പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ പൂർണ്ണത എന്ന് പറയുന്നത് ഈ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജ്ഞാനസ്നാനം എന്ന കൂദാശയിലൂടെ ഈ ത്രിത്വൈക ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. അങ്ങനെ എല്ലാ മനുഷ്യരും സമർപ്പിക്കപ്പെടണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് അവരോട് ഈ ആവശ്യം ഈശോ പറഞ്ഞത് മാത്രമല്ല, ഈ ഉത്തരവാദിത്വം ഈശോ അവരെ ഏൽപ്പിച്ചത്. ഈ ഉത്തരവാദിത്വം മാമോദീസ സ്വീകരിച്ച എല്ലാ വ്യക്തികൾക്കുമുണ്ട്. വൈദികർക്ക്, സമർപ്പിതർക്ക്, അങ്ങനെയുള്ള ചില കാറ്റഗറിപ്പെട്ടവർക്ക്, സുവിശേഷ പ്രഘോഷകർക്ക്, ധ്യാനിപ്പിക്കുന്നവർക്ക് അങ്ങനെയല്ല. ക്രൈസ്തവ വിശ്വാസത്തിൽ വരുന്ന, ക്രിസ്തീയ വിശ്വാസത്തിൽ വരുന്ന ഏതൊരു വ്യക്തിക്കും ഉള്ള ദൗത്യമാണിത്. നമുക്കറിയാം, ഒരു വ്യക്തി മരണാസന്നനായി കിടക്കുമ്പോൾ ആ വ്യക്തിക്ക് ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആരെങ്കിലും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജ്ഞാനസ്നാനം കൊടുക്കാം. ഒന്ന് വീട്ടുമാമോസം നമ്മൾ പറയാറുണ്ട്. അപ്പോൾ വളരെ ഗുരുതരമായ രോഗാവസ്ഥയിലാണ്, വൈദ്യരെ കിട്ടാനുള്ള സാധ്യതയില്ല, മാമോസ കൗദാശ്യമായി കിട്ടാനുള്ള ഒരു സമയമില്ല എങ്കിൽ അവിടെയുള്ള ഏതൊരു വ്യക്തിക്കും ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ പ്രതി ആ വ്യക്തിക്ക് ഈ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാനാമത്തിൽ ഇങ്ങനെ ഗുരുതരമായ അവസ്ഥയിൽ കിടക്കുന്ന, വിശ്വാസം സ്വീകരിക്കാൻ, യേശുവിനെ രക്ഷകനായി, നാഥനായി, കർത്താവായി സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് അത് കൊടുക്കാവുന്നതാണ്. അപ്പം അത്രമാത്രം പ്രധാനപ്പെട്ടതാണ് ക്രൈസ്തവ വിശ്വാസത്തിലേക്കുള്ള ഈ ജ്ഞാനസ്നാന പ്രവേശനം എന്ന് നമുക്ക് ഓർക്കാം. അത്രയും ശ്രേഷ്ഠമായ ഒരു അവസ്ഥയാണ് കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും തന്നിരിക്കുന്നത്. ഇനി ഈശോ അവരോട് പറയുന്ന കാര്യം ഇതാണ്: സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പം ഭൂമിയിലുള്ള അധികാരം മാത്രമല്ല, സ്വർഗത്തിലുള്ള അധികാരം കൂടിയാണ് ഈശോയ്ക്ക് നൽകിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു അധികാരം അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് സ്വർഗത്തിൻ്റെ അധികാരം കൂടെ കിട്ടുമ്പോഴാണ്. എന്ന് മാത്രമല്ല, ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ രക്ഷിക്കണമെങ്കിൽ ഈ ഭൂമിയിലെ അധികാരം മാത്രം പോരാ, സ്വർഗത്തിൻ്റെ അധികാരം വേണം. അപ്പോൾ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും അധികാരം ഒന്നിച്ചു ചേരുന്ന ഒരു പൂർണ്ണതയിലാണ് ഈ രക്ഷയുടെ അധികാരം ഒരു വ്യക്തിക്കുണ്ടാകുക. അങ്ങനെയെങ്കിൽ ഈശോയ്ക്കാണ് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും പൂർണ്ണമായ അധികാരമുള്ളത്. അതുകൊണ്ട് തന്നെ ഈശോയ്ക്ക് മാത്രമേ രക്ഷയിലേക്ക് ഒരു വ്യക്തിയെ നയിക്കുവാനും സാധിക്കുകയുള്ളൂ. അങ്ങനെ ഈശോയുടെ അധികാരമാണ്
ഈ ശ്ലീഹന്മാരിലേക്ക് ഈശോ കൈമാറിയതും. അതുകൊണ്ട് ആ അധികാരത്തിൽ പങ്കുചേർന്നുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി ജനങ്ങളെ, മനുഷ്യരെ ഈ വിശ്വാസത്തിലേക്ക്, ജ്ഞാനസ്നാനത്തിലേക്ക് കൊണ്ടുവരാൻ ഈശോ പറയുകയാണ്. അപ്പോൾ പലപ്പോഴും നമ്മുടെ അധികാരം ഭൂമിയുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അത് ദുർബലമാണ്. അത് പെട്ടെന്ന് പൊട്ടിപ്പോവുകയും ചെയ്യുന്ന നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അധികാരത്തിന് വലിയ സ്ഥിരതയില്ല എന്ന് നമുക്ക് ഓർക്കാം. അപ്പോൾ ദൈവത്തിൻ്റെ അധികാരത്തിന് കീഴേ ഉള്ള വ്യക്തിക്ക് മാത്രമേ ഭൂമിയിൽ അധികാരം കൊണ്ട് യഥാർത്ഥത്തിൽ കാര്യമുള്ളൂ. ദൈവത്തിൻ്റെ വാഴ്വ് അംഗീകരിക്കുന്ന, ദൈവത്തിന് അധികാരം അംഗീകരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ യഥാർത്ഥത്തിൽ അധികാരത്തിൻ്റെ അർത്ഥം, അധികാരത്തിൻ്റെ ഉപയോഗം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ ഈ അധികാരത്തിന് കീഴേ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ അധികാരം മാത്രമാണ് വിശ്വസിക്കാനും ആശ്രയിക്കാനും പറ്റുക. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ പറയുന്നത്, ഞങ്ങൾ നിങ്ങളെക്കാൾ കൂടുതൽ ദൈവത്തെ അനുസരിക്കേണ്ടേ. ഭൂമിയിൽ അധികാരമുണ്ട്, ഭൂമിക്ക് അതിൻ്റെതായ നിയമ രീതികളൊക്കെയുണ്ട്. എന്നാൽ അതെല്ലാം ദൈവ അധികാരത്തിന് വിധേയപ്പെട്ടതാണോ എന്നുള്ളതാണ്. ഒരിക്കലൊരു ചെറിയൊരു അനുഭവം, സൗദി അറേബ്യയിലേക്ക് അല്ലെങ്കിൽ മിനിസ്ട്രിക്ക് പോകാൻ ഒരു അവസരം അല്ലെങ്കിൽ ഒരു അവസ്ഥ വന്നു. കാരണം പോകേണ്ട വേറൊരു പ്രസിദ്ധനായ ധ്യാനഗുരു, അദ്ദേഹത്തിൻ്റെ വിസ അവർ തടഞ്ഞു വെച്ചു. അതുകൊണ്ട് പറ്റിയില്ല, പെട്ടെന്ന് പോകണം. അപ്പോൾ അവിടെ നമുക്കറിയാം, ഈ റിലീജിയസ് വിസ നമുക്ക് കിട്ടില്ല. മതപരമായ ഒരു കാര്യത്തിനും അവർ അനുവദിക്കില്ല. ഒരു വൈദികനാണെങ്കിൽ ഒരിക്കലും അവർ സമ്മതിക്കുകയില്ല. അപ്പോൾ വേറെ എന്തെങ്കിലും പേരിലാണ് വിസ അടിക്കേണ്ടത്. ഒന്നെങ്കിൽ ഇലക്ട്രീഷ്യനായിട്ടോ അല്ലെങ്കിൽ ബിസിനസ്സുകാരനായിട്ടോ അങ്ങനെയൊക്കെ. അപ്പോൾ എനിക്ക് മനസാക്ഷി വല്ലാത്തൊരു പ്രശ്നമായിരുന്നു. അത് ഒരു വിധത്തിൽ പറഞ്ഞാൽ കള്ളത്തരമല്ലേ. ഞാനൊരു വൈദികനായിരിക്കെ അല്ലെങ്കിൽ ഒരു സന്യാസി ആയിരിക്കെ അത് മറച്ചു വെച്ചുകൊണ്ട് ഈ ശുശ്രൂഷയ്ക്ക് പോകാൻ വേണ്ടി മറ്റൊരു കാര്യത്തിൻ്റെ പേരിൽ ബിസിനസ് വിസയിൽ ഞാൻ പോകുന്നത് അത് ശരിയോ തെറ്റോ? അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രൊവിൻഷ്യാളിനോട് പറഞ്ഞു, എനിക്ക് അല്പം ഒന്ന് ആലോചിക്കണമെന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ അന്ന് ഞാൻ വേറെ സ്ഥലത്ത് ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുക. അന്ന് രാത്രി ഞാൻ കുറച്ച് സമയം എന്ന് വേണേൽ പറയാം, ഒരു 3/4 മണിക്കൂർ ഞാൻ ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഞാനിങ്ങനെ ചെയ്യുന്നത് ശരിയോ? എൻ്റെ മനസാക്ഷിക്ക് വിരുദ്ധമായ കാര്യമാണോ? നിയമലംഘനമാണ്? പെട്ടെന്ന് കർത്താവിനെ തോന്നിപ്പിച്ച കാര്യം ഇതാണ്, അത് അപ്പോസ്തലന്മാർ പറഞ്ഞ കാര്യം ഇതാണ്: ദൈവത്തെക്കാൾ ഉപരി ലോകത്തിൻ്റെ അധികാരത്തെ മാനിക്കേണ്ട ആവശ്യമില്ല. ഒരു മനുഷ്യൻ്റെ വളരെ അടിസ്ഥാനപരമായ അവകാശമാണ്, അല്ലെങ്കിൽ ജന്മസിദ്ധമായ അവകാശമാണ് ദൈവ ആരാധന എന്നുള്ളത്, ദൈവവിശ്വാസം എന്നുള്ളത്, മതവിശ്വാസം എന്നുള്ളത്. ഏത് മതമാണെങ്കിലും ഏത് ദൈവത്തെയാണെങ്കിലും. അപ്പം അങ്ങനെ മനുഷ്യൻ്റെ വളരെ അടിസ്ഥാനപരമായ അവകാശത്തെ നിഷേധിക്കുന്ന ഒരു നിയമത്തെയും ബാധിക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ല. അപ്പോൾ അത് എനിക്ക് വിസ കിട്ടാൻ വേണ്ടിയോ എനിക്ക് പോകാൻ വേണ്ടി ഒരു ആനുകൂല്യമായിട്ട് ഞാൻ കണക്കാക്കിയതല്ല. അതാണ് നമ്മൾ ഓർക്കേണ്ടത്. മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ദൈവവിശ്വാസം എന്ന് പറയുന്ന, മതവിശ്വാസം എന്ന് പറയുന്ന അവൻ്റെ അവകാശത്തെ നിഷേധിക്കുന്ന ഒരു നിയമത്തെയും നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരല്ല. അപ്പോൾ അതുകൊണ്ട് നിയമം അതിൽ തന്നെ പൂർണ്ണമാകുന്നത് സ്വർഗത്തിൻ്റെയും കൂടെ നിയമത്തിന് വിധേയപ്പെടുമ്പോഴാണ്. ഈ പറഞ്ഞ പ്രത്യേക രാജ്യത്തെ നിയമം സ്വർഗത്തിൻ്റെ നിയമത്തിന് വിധേയപ്പെട്ട നിയമമല്ല. പിന്നെ ഇവിടെ നമ്മൾ ഓരോരുത്തരും ഓർക്കണം, നമുക്കെല്ലാവർക്കും ചെറുതും വലുതുമായ അധികാരമുണ്ട്. ആ അധികാരം ദൈവത്തിൻ്റെ അധികാരത്തിന് വിധേയപ്പെട്ടതാണോ? അപ്പന് ഒരു കുടുംബത്തിന് അധികാരമുണ്ട്, ആ അധികാരം ദൈവത്തിൻ്റെ അധികാരത്തിന് വിധേയപ്പെട്ടതാണ്. അമ്മയ്ക്കും ഇതേപോലെ ഒരു കുടുംബത്തിൽ അധികാരമുണ്ട്, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് അധികാരമുണ്ട്, അത് ദൈവത്തിൻ്റെ അധികാരത്തിന് വിധേയപ്പെട്ടതാണ്. അധ്യാപകർക്ക് അധികാരമുണ്ട്, അത് ദൈവത്തിൻ്റെ അധികാരത്തിന് വിധേയപ്പെട്ടതാണ്. ഒരു വൈദികന് അധികാരമുണ്ട്, ആ അധികാരം ദൈവത്തിൻ്റെ അധികാരത്തിന് വിധേയപ്പെട്ടതാണ്. അല്ലെങ്കിൽ സമൂഹത്തിലൊരു വ്യക്തിക്ക് ചെറുതുമരുതമായ അധികാര ശ്രേണിയിൽപ്പെട്ടവരാണ് അധികം പേരും. അവർക്ക് പല രീതിയിലുള്ള അധികാരത്തിൻ്റെതായ അവസ്ഥകളുണ്ട്. അതെല്ലാം ദൈവത്തിൻ്റെ അധികാരത്തിന് വിധേയപ്പെട്ടതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ അധികാരത്തിന് വിധേയപ്പെട്ട അധികാരമാണ് യഥാർത്ഥത്തിലുള്ളൊരു അധികാരം. ആ അധികാരത്തിലുള്ള വ്യക്തിക്ക് മാത്രമേ മറ്റുള്ളവരെ നന്മയിലേക്കോ രക്ഷയിലേക്കോ നയിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അധികാരമെന്ന് പറഞ്ഞാൽ എനിക്ക് മറ്റുള്ളവരെ അടിച്ചമർത്താനുള്ള ഒരു അവകാശമായിട്ടാണ് ഉപയോഗിക്കുക. അധികാരമെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കീഴ്പ്പെടുത്തുവാനുള്ളത്. അധികാരമെന്ന് പറഞ്ഞാൽ എൻ്റെ സ്വാർത്ഥ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ളത്. അധികാരമെന്ന് പറഞ്ഞാൽ എനിക്ക് കുറേ വെട്ടിപ്പിടിക്കാനുള്ളത്. അധികാരം എന്ന് പറഞ്ഞാൽ എൻ്റെ സിദ്ധാന്തങ്ങളും എൻ്റെ ആശയങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും പ്രകടിപ്പിക്കാനുള്ള വഴിയായിട്ടാണ് ഞാൻ മാറ്റുന്നതെങ്കിൽ അത് ദൈവദത്തമായ അധികാരമല്ല, സ്വർഗത്തിൻ്റെ അധികാരം അവിടെയില്ല, അത് കേവലം ഭൂമിയുടെ അധികാരമാണ്. അപ്പോൾ ഈശോ ഉപയോഗിച്ചത് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെ അധികാരമാണ്. ആ അധികാരത്തിൽ വെച്ചാണ് ഈശോ ശിഷ്യന്മാരെ ഈ ഒരു ദൗത്യമായിട്ട് പറഞ്ഞു വിട്ടത്, സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടി.
സുവിശേഷ വേലയ്ക്ക് വേണ്ടി. അപ്പോൾ ഇത് ഈശോ നമ്മളിൽ നിന്നെല്ലാം പ്രതീക്ഷിക്കുന്ന കാര്യമാണ്. ഏതെല്ലാം ജീവിത സാഹചര്യമാണെങ്കിലും, ഏതെല്ലാം ജീവിതാന്തസ്സാണെങ്കിലും, എത്ര നിസ്സാരമായ സാഹചര്യമാണെങ്കിലും, എത്ര ഉന്നതമായ സാഹചര്യമാണെങ്കിലും നമ്മൾ കർത്താവിൻ്റെ സുവിശേഷ വേല ചെയ്യേണ്ടവരാണ്. കർത്താവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കേണ്ടവരാണ്. ഈ പ്രഘോഷണം എങ്ങനെയാണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതെല്ലാം ഇതേപോലെ ശബ്ദത്തിലൂടെ, മൈക്കിലൂടെ ഉള്ള പ്രഘോഷണമാണോ, അതോ മറ്റു പല രീതിയുമുണ്ടോ? അപ്പോൾ അത് ഓരോരുത്തരുടെയും സാഹചര്യമനുസരിച്ചും ഉത്തരവാദിത്വം അനുസരിച്ചുമാണ് അവർ ആ സുവിശേഷ വേല ചെയ്യേണ്ടത്. പക്ഷേ അടിസ്ഥാനപരമായി ഈ പ്രേക്ഷിത ദൗത്യം, സുവിശേഷ വേല നമ്മളെല്ലാവരും ഏൽപ്പിച്ച ഒരു കാര്യമാണ്. ഹോളിവുഡിലെ പ്രസിദ്ധനായ ഗിത്താറിസ്റ്റായിരുന്നു സെബാസ്റ്റ്യൻ ടെമ്പിൾ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം ഒരു യഹൂദനായി ജനിച്ചതാണ്. അദ്ദേഹം പിന്നീട് പ്രൊട്ടസ്റ്റൻ്റ് കാൽവിനിസ്റ്റ് സമൂഹത്തിൽ ചേർന്നു, ദൈവാന്വേഷി ആയതുകൊണ്ട്. പിന്നീട് അദ്ദേഹം ഇന്ത്യയിൽ വന്നു. ഹിന്ദുമത ആചാരങ്ങളും അതിൻ്റെ പ്രബോധനങ്ങളെക്കുറിച്ച് അദ്ദേഹം പഠിച്ചു. ബുദ്ധമത ആചാരങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിൽ ദൈവത്തെ അന്വേഷിച്ചു. യോഗയിൽ വലിയ പ്രാവീണ്യം നേടി. ഇങ്ങനെ അദ്ദേഹത്തിന് ദൈവാന്വേഷണം ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി വിവിധ മതങ്ങളിലൂടെ, വിവിധ രീതിയിലൂടെ കടന്നുപോയെങ്കിലും അദ്ദേഹത്തിന് സംതൃപ്തി ഉണ്ടായില്ല. പിന്നെ 1971 വർഷങ്ങളായി അദ്ദേഹം കത്തോലിക്ക വിശ്വാസത്തിലേക്ക് വരുന്നത്. അപ്പോൾ അദ്ദേഹം അതിനുശേഷം പറഞ്ഞൊരു കാര്യമാണ്, കത്തോലിക്ക വിശ്വാസത്തിൽ ഒരു വ്യക്തിക്ക് ആവശ്യമുള്ള എല്ലാ കാര്യമുണ്ട്, എന്നാൽ അത് കൊടുക്കാൻ തക്കവണ്ണം ആരും ജീവിക്കുന്നില്ല. ഇപ്പോൾ കത്തോലിക്ക വിശ്വാസത്തിൽ ഒരു വ്യക്തിക്ക് ആവശ്യമുള്ള എല്ലാ കാര്യവുമുണ്ട്, എന്നാൽ അത് കൊടുക്കുവാൻ പറ്റുന്ന രീതിയിൽ ആരും ജീവിക്കുന്നില്ല. സുവിശേഷ വേലയുടെ പ്രസക്തി അവിടെയാണ്. പ്രേക്ഷിത ദൗത്യത്തിൻ്റെ ശ്രേഷ്ഠത അവിടെയാണ്. ഇതിവിടെ ഇല്ലാഞ്ഞിട്ടല്ല. ഒത്തിരി പേര് സഭ വിട്ടുപോകുന്നവരെ നമുക്കറിയാം, സഭ വിശ്വാസം ഉപേക്ഷിക്കുന്നവരെ നമുക്കറിയാം. ആ സഭയിൽ സമ്പത്തില്ലാഞ്ഞിട്ടല്ല, സഭയിൽ അവർക്ക് ആവശ്യമുള്ള ദൈവികമായ പ്രസാദപരമില്ലാഞ്ഞിട്ടല്ല, മറിച്ച് അത് ജീവിക്കുന്നവർ, അങ്ങനെ ഉണ്ട് എന്ന് കാണിച്ചു കൊടുക്കുന്നവരെ കണ്ടുമുട്ടാനുള്ള ബുദ്ധിമുട്ട് കാരണമാണെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതം അത് ഏത് സാഹചര്യമാണോ അവിടെ നമ്മൾ പ്രേക്ഷിതരായി ജീവിക്കേണ്ടതാണ് ഈശോ ആഗ്രഹിക്കുന്ന പോലെ. യുഗാന്തം വരെ, ലോകാവസാനം വരെ അത് തുടർന്നുകൊണ്ടിരിക്കും, സംഭവിച്ചുകൊണ്ടിരിക്കും. ഒരിക്കൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസി ലിയോയോട് പറഞ്ഞു, ലിയോയെ, നമുക്ക് നാളെ ഒരു സ്ഥലത്ത് പോയി സുവിശേഷം പ്രഘോഷിക്കാനുണ്ട്, പ്രസംഗിക്കാനുണ്ട്, നമ്മൾ ഒന്നിച്ചു പോവുക. അപ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവാറും ലിയോ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരാൾക്ക് തുടർച്ചയായി പ്രസംഗിക്കാൻ പറ്റിയല്ല. അപ്പോൾ ഇടയ്ക്കൊരു അവസരം കിട്ടും ലിയോയ്ക്ക് അല്പം അദ്ദേഹത്തിന് പറയാലോ. അദ്ദേഹം വളരെ കാര്യമായിട്ട് താല്പര്യത്തോടെ പോകാൻ തീരുമാനിച്ചു. പിറ്റേന്ന് രാവിലെ ഫ്രാൻസിസിൻ്റെ കൂടെ ലിയോ ബ്രദറും ചേർന്നു നടക്കാൻ തുടങ്ങി. ഓരോ സ്ഥലത്തെത്തുമ്പോഴും ആൾക്കാരെ കാണുമ്പോൾ ലിയോ അവർക്ക് ഇപ്പോൾ പ്രസംഗിച്ചില്ല. ഉച്ചയായിട്ടും ഒരനക്കവും ഇല്ല. ചോദിക്കാൻ പറ്റിയല്ലോ, അദ്ദേഹമാണ് ധ്യാനഗുരു. വീണ്ടും നടപ്പ് തുടരുകയാണ്. വീണ്ടും പുതിയ ആൾക്കാരെ കാണുന്നു, പുതിയ സ്ഥലത്തേക്ക് പോകുന്നു. പക്ഷെ ഒരു സ്ഥലത്ത് ഫ്രാൻസിസ് പ്രസംഗിച്ചില്ല. വൈകുന്നേരമായി അവർ മടങ്ങാറായപ്പോൾ ലിയോ ചോദിച്ചു, രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്നു, പ്രസംഗിക്കാൻ പോകാമെന്ന് പറഞ്ഞു, ഒരക്ഷരം വേണ്ടിയിട്ടില്ല, എന്ത് പ്രസംഗം? ഉടനെ ഫ്രാൻസിസ് പിതാവ് പറഞ്ഞു, ലിയോ, ഈ ദിവസം മുഴുവനും നമ്മൾ പ്രസംഗിക്കുകയായിരുന്നു. നമ്മൾ ഒന്നിച്ച് നടന്നപ്പോൾ, നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒക്കെ നമ്മൾ പ്രസംഗിക്കുകയായിരുന്നു. അപ്പോൾ പ്രസംഗം, വചനപ്രഘോഷണം എന്ന് പറയുന്നത് എപ്പോഴുമുള്ള ഈ വാക്കിലൂടെയുള്ള പ്രഘോഷണം മാത്രമല്ല എന്ന് നമ്മൾ ഓർക്കണം. അത് നമ്മുടെ ജീവിത സാക്ഷ്യമായിട്ട് മാറണം, നമ്മുടെ ജീവിത അനുഭവമായിട്ട് മാറണം, നമ്മുടെ ജീവിത ഗന്ധിയായിട്ട് മാറണം. അല്ലെങ്കിൽ കുറേ നമുക്ക് പ്രസംഗിച്ച് കുറേ CD ഇറക്കി അല്ലെങ്കിൽ കുറേ കാസറ്റ് ഇറക്കി നമ്മൾ പ്രഘോഷകരായി മാറാം. അതിനതിൻ്റെതായ പ്രാധാന്യമുണ്ട്, അതിനതിൻ്റെതായ രംഗമുണ്ട്, നിഷേധിക്കുന്നില്ല. എന്നാൽ ഒരുപക്ഷെ അതിലുപരിയായിട്ട് ഓരോ വ്യക്തിയും തൻ്റെ ജീവിതത്തിലൂടെ സുവിശേഷം പ്രഘോഷിക്കുവാൻ, സുവിശേഷം ജീവിക്കുവാൻ ശ്രമിക്കുമ്പോഴാണ് ദൈവരാജ്യം വിസ്തൃതമാകുന്നത്, നമുക്ക് മറ്റുള്ളവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനും സാധിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, എത്ര നന്നായിട്ട് പ്രസംഗിച്ച വ്യക്തിയാണെങ്കിലും ആ വ്യക്തി ജീവിക്കുന്നില്ലെങ്കിലും. ഇപ്പം ഞാൻ സാധാരണ ധ്യാനിപ്പിക്കാൻ പോകുമ്പോൾ ആദ്യമേ തന്നെ അല്ലെങ്കിൽ മുൻകൂർ ജാമ്യമെടുക്കും. ഞാൻ ആൾക്കാരോട് പറയും, ഞാൻ പറയുന്ന കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ അതൊന്നും ഞാൻ ജീവിക്കുന്നില്ല. നമ്മൾ ജീവിക്കാൻ വേണ്ടിയാണ്, നിങ്ങളും ഞാനും ഇത് ജീവിക്കണമെന്നാണ് സുവിശേഷം ആവശ്യപ്പെടുന്നത്, അതുകൊണ്ട് പറയുന്നു. അല്ല ധ്യാനഗുരു ആയതുകൊണ്ട് വിശുദ്ധനാണെന്ന്, മാലാഖയാണെന്ന് ധാരണയൊന്നും ആർക്കും വേണ്ട എന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതം വളരെ പ്രധാനപ്പെട്ടതാണ്. ജീവിതം സാക്ഷ്യമാണ്. ഈശോ പ്രസംഗിക്കുക മാത്രമല്ല, ഈശോ ജീവിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈശോയുടെ കൂടെ നിന്നവർ കേൾക്കുന്നതിൽ കൂടുതലായിട്ട് അനുഭവിച്ച് വളർന്നവരാണ്, കണ്ട് വളർന്നവരാണ്. പ്രിയപ്പെട്ടവർ, ഞാനും നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മളെ കണ്ടവർ, നമ്മളെ അറിയുന്നവർ,
നമ്മളെ മനസ്സിലാക്കുന്നവർ എത്രമാത്രം സുവിശേഷ മൂല്യങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. അപ്പൻ്റെ അമ്മയുടെ കൂടെ മക്കൾ വസിക്കുമ്പോൾ ആ മക്കൾ എത്രമാത്രം സുവിശേഷ മൂല്യങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. ഭാര്യയും ഭർത്താവും ജീവിക്കുമ്പോൾ അവർ പരസ്പരം എത്രമാത്രം സുവിശേഷ മൂല്യങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ ആ കൂടെയുള്ളവർ എത്രമാത്രം നിങ്ങൾ സുവിശേഷ മൂല്യം സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതം വഴിയായിട്ടാണ് നമ്മൾ കർത്താവിന് സാക്ഷ്യം വഹിക്കേണ്ടത്, യഥാർത്ഥത്തിൽ പ്രേക്ഷിതരായി മാറേണ്ടത് എന്ന കാര്യം നമ്മൾ മറന്നു പോകണ്ട. അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാവരും ഒരേപോലെ കർത്താവിൻ്റെ ഈ പ്രേക്ഷിത ദൗത്യത്തിൽ പങ്കുചേരുന്നവരാണ് എന്ന് നമുക്ക് ഓർക്കാം. ഒരു സംഭവം ഇതാണ് വായിച്ചിട്ടുള്ളത്. അത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ബ്രിട്ടനിൽ നിന്നും ഇന്ത്യയിലേക്ക് ജോലിക്ക് വന്ന ഒരു ഉദ്യോഗസ്ഥൻ വീട്ടിൽ നിന്നെല്ലാം പാക്ക് ചെയ്ത് പോരുമ്പോൾ അമ്മ കുറേ ലീഫ്ലെറ്റുകൾ, ലഘുലേഖകൾ കൊടുത്തു എന്ന് പറഞ്ഞു, ഇന്ത്യയിൽ പോയി ആൾക്കാർക്ക് കൊടുക്കണം, അവർ വായിക്കട്ടെ. അവനതിവിടെ കൊണ്ടുവന്നു. പക്ഷെ ഇവിടുത്തെ ജീവിത സാഹചര്യങ്ങളും ഇവിടുത്തെ അവസ്ഥകളുമൊക്കെ അവൻ തിന്മയിലേക്ക് തന്നെയായിരുന്നു. ഒത്തിരി പാപത്തിൻ്റെ ജഡിക സുഖത്തിലും ഈ സമ്പത്തിൻ്റെ സുഖത്തിലുമൊക്കെ അവൻ രമിച്ചു. അവൻ്റെ ഈ ലഘുലേഖ കൊടുക്കാൻ മറന്നുപോയി, അതിനെ ഗൗരവമായിട്ടെടുത്തില്ല. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ബാഗ് തുറന്നപ്പോൾ ഈ പേപ്പർ കണ്ടു. അവനത് കൊണ്ടുപോയി ഈ കടൽത്തീരത്ത് കൊണ്ടുപോയി വലിച്ചെറിഞ്ഞു. ഏതാനും വർഷങ്ങൾ കഴിഞ്ഞു. ഇയാൾ ഇന്ത്യയിൽ ജോലിയും കഴിഞ്ഞ് ബ്രിട്ടനിലേക്ക് തിരിച്ചു പോകുന്നു. അപ്പോൾ കപ്പലിൽ എല്ലാവിധ ആഭാസങ്ങളും അല്ലെങ്കിൽ എല്ലാവിധ വൃത്തികേടുകളൊക്കെ നടക്കുന്നു. അവൻ ആ ലോകത്തിൻ്റെ തിന്മയിലും ലോകത്തിൻ്റെ പാപത്തിൻ്റെ സുഖത്തിലുമൊക്കെ പെട്ട് കഴിയുന്ന മനുഷ്യൻ അത് ഈ കപ്പലിലും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇവന് ഇത്ര ആഭാസനായിട്ട് കഴിയുമ്പോൾ ആ കൂടെ യാത്ര ചെയ്യുന്ന മറ്റൊരു ഉദ്യോഗസ്ഥനുണ്ട്. അയാളും ഇന്ത്യയിൽ നിന്ന് ജോലി ചെയ്ത് തിരിച്ചു പോവുകയാണ്. അയാൾ പറഞ്ഞു, ഞാൻ ഇന്ത്യയിലായിരുന്നപ്പോൾ ഒരു യുവാവായിരുന്നു. അപ്പോൾ ഞാൻ ഒത്തിരി തിന്മയുടെയും ലോകസുഖത്തിൻ്റെയും പാപത്തിൻ്റെയും അടിമയായിരുന്നു. അതൊന്നും എനിക്ക് ആശ്വാസം നൽകിയില്ല. അവസാനം ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ കടൽ തീരത്തൊക്കെ പോകുമ്പോൾ ഒരു പേപ്പർ കഷ്ണം എനിക്ക് കിട്ടി, ഒരു ലഘുലേഖ. ഞാനത് വായിച്ചു. ആ ദൈവത്തിൻ്റെ സന്ദേശമായിരുന്നു, സുവിശേഷത്തിലെ വാക്യങ്ങളായിരുന്നു. ഞാനത് വായിച്ചിട്ട് മാനസാന്തരപ്പെട്ട് ഞാൻ ജീവിക്കുന്നു. ഇത് കേട്ടപ്പോൾ ഈ മനുഷ്യൻ ചോദിച്ചു, എന്നാണത് കിട്ടിയത്, എവിടെ നിന്നാണ് കിട്ടിയത്? കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോൾ ഇയാൾക്ക് മനസ്സിലായി, താൻ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ ആ ലഘുലേഖകളാണ് ഈ ഉദ്യോഗസ്ഥൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. ഒരുപക്ഷെ സുവിശേഷ വേല, സുവിശേഷ പ്രഘോഷണം എത്ര നിസ്സാരമായ കാര്യത്തിലൂടെയും സാഹചര്യത്തിലൂടെയും നമുക്ക് നടത്താമെന്ന് ഈ ഉദ്യോഗസ്ഥരുടെ ജീവിതം വഴിയായി നമുക്ക് ഓർക്കാം. ഞാൻ ഒരിക്കൽ ഒരു സ്ഥലത്ത് ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ ഒരു വീട് വെഞ്ചരിക്കാൻ പോകുന്ന സമയമാണ്. കപ്പൂച്ചി മിഷൻ ധ്യാനമാണ്, വീട് സന്ദർശനമുണ്ട്, വെഞ്ചരിപ്പുണ്ട്. ഒരു വീട്ടിൽ ചെന്നപ്പോൾ എന്നെ വളരെ സഹതാപം അർഹിക്കുന്ന പരിതാപകരമായ ഒരവസ്ഥ കഴിഞ്ഞ കുടുംബം. ഭർത്താവ് കൂലിപ്പണിക്ക് പോകുന്നു, ഭാര്യ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നു. ഭർത്താവിൻ്റെ 2 സഹോദരന്മാർ മാനസിക രോഗികളാണ്, വല്ലാത്ത വയലൻ്റായി ജീവിക്കുന്നവർ. 2 ചെറിയ കുട്ടികളുമുണ്ട്. അപ്പൻ രോഗിയായിട്ട് കിടക്കുന്നു. അപ്പോൾ വളരെ പാവപ്പെട്ടൊരു കുടുംബത്തിൽപ്പെട്ടതാണ്. ഈ ഭർത്താവിൻ്റെ കൂലിപ്പണി കൊണ്ട് കിട്ടുന്നതുകൊണ്ടാണ് ഈ കുടുംബം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ മാനസിക രോഗികളുടെ പലപ്പോഴുമുള്ള പ്രവർത്തി കാരണം ഇവർക്ക് ഉറങ്ങാൻ പറ്റിയല്ല. രാത്രിക്ക് ബഹളം വെക്കുന്നു, വാതിൽ വന്ന് അടിക്കുന്നു, അങ്ങനെ ആകെ അസ്വസ്ഥതയാണ്. അപ്പോൾ ഇതെല്ലാം കേട്ടപ്പം ഞാൻ ഈ ചേച്ചിയോട് പറഞ്ഞു, ഞങ്ങൾക്ക് കണ്ണൂർ ഈ ആകാശപ്പറവകളെ നോക്കുന്ന 2 കേന്ദ്രമുണ്ട്, മാനസിക രോഗികളൊക്കെ നോക്കുന്ന ഒരു സ്ഥാപനമുണ്ട്. ഞാൻ വേണമെങ്കിൽ അവിടെ അറേഞ്ച് ചെയ്യാം, ഇവരവിടെ കൊണ്ട് താമസിപ്പിക്കാം. പെട്ടെന്ന് ഈ ചേച്ചി ചെയ്തത്, ആ ചേച്ചിയുടെ കഴുത്തേൽ 2 കൊന്ത കിടപ്പുണ്ട്. സാധാരണ ഒന്നേ ഉള്ളൂ, 2 കൊന്ത കിടപ്പുണ്ട്. പെട്ടെന്ന് ഈ കൊന്തയെ ചാടി പിടിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഇവരെ നോക്കാനുള്ളത് ഇത് മതി, ഇവരെ നോക്കാനുള്ളത് ഇത് മതി. അപ്പോൾ ഈ കൊന്തയുടെ ശക്തി മതി ഈ രോഗികളെ. നമുക്ക് സാധാരണ അറിയാം, 2 മാനസിക രോഗികൾ, ചെറിയ 2 കുട്ടികൾ, അപ്പൻ രോഗിയായിട്ട് കിടക്കുന്നു, സാമ്പത്തിക ബുദ്ധിമുട്ട് ഉള്ള ഒരു കുടുംബത്തിൻ്റെ പരിതാപകരമായ അവസ്ഥ എന്ന് നമ്മൾ പറയുമ്പോൾ, അല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അത് പരിതാപകരമല്ലായിരുന്നു. ആ സ്ത്രീയുടെ ഒരു പക്ഷേ ദൈവവിശ്വാസത്തിൻ്റെയും വിശുദ്ധിയുടെയും പ്രാർത്ഥനയുടെ ഒക്കെ സാന്നിധ്യമായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് ആ സ്ത്രീ അവിടെ ഒരു പ്രേക്ഷിത പ്രവൃത്തിയായി മാറുകയാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ കണ്ടതുപോലെയല്ല ആ സഹോദരി ഈ മനുഷ്യരെ കണ്ടത്. എനിക്ക് ഈ 2 കൊന്ത മതി, അല്ലെങ്കിൽ ഈ വിശ്വാസം മതി, ഇവരെ നോക്കാനുള്ള ശക്തി എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, സുവിശേഷ പ്രഘോഷണം അവിടെ സംഭവിക്കുകയാണ്, പ്രേക്ഷിത പ്രവർത്തനം അവിടെ നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും നിസ്സാരമായ സാഹചര്യത്തിലും ഇത്തരത്തിലുള്ള അവസരങ്ങൾ ദൈവം നമുക്ക് തരുന്നുണ്ട് എന്ന് മറന്നു പോകണ്ട. രണ്ടാമത്തെ കാര്യം എനിക്ക് തോന്നുന്നു, നമുക്ക് നേരിട്ട് ചെയ്യാൻ ഉള്ള ഉത്തരവാദിത്വം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്ക് കൊച്ചു ത്രേസ്യ ഒരിക്കൽ പോലും കോൺവെൻറ്റിന് പുറത്തുപോയി വചനപ്രഘോഷണം നടത്തിയിട്ടില്ല. പക്ഷേ മിഷണറിമാരുടെ മധ്യസ്ഥയായിട്ട് ആ കന്യാസ്ത്രീ മാറിയെങ്കിൽ അതിൻ്റെ കാരണം ആ കോൺവെൻറ്റിൽ കടന്ന് നിരന്തരമായി മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ്. അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും അതുമുണ്ട്. മിഷണറിമാരായ സുവിശേഷ പ്രഘോഷകരായ
ശുശ്രൂഷകരായ അനേക ആയിരങ്ങൾ ലോകത്തിൻ്റെ വിവിധയിടങ്ങളുള്ളപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ദൗത്യം അത് പ്രേക്ഷിത ദൗത്യത്തിൻ്റെ ഭാഗമാണെന്ന് നമുക്ക് ഓർക്കാം. നമ്മുടെ പ്രിയപ്പെട്ട ബെന്നി പുന്നത്ര സാറ് പറഞ്ഞ ഒരു സംഭവം ഒരു സ്ഥലത്ത് ഞാൻ വായിച്ചിട്ടുണ്ട്. ഈ ഷാലോമിൻ്റെ ആരംഭഘട്ടത്തിൽ ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഞെരുക്കങ്ങൾ, കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പം അങ്ങനെ അദ്ദേഹം ഒരു സ്ഥലത്ത് ശുശ്രൂഷ ചെയ്ത് തിരിച്ചു പോരാൻ നിൽക്കുമ്പോൾ, ഈ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഒരു കന്യാസ്ത്രീ വന്ന്, ഒരു സിസ്റ്റർ വന്ന് ആരും കാണാതെ അദ്ദേഹത്തിൻ്റെ വലത് കൈയിൽ ഒരു ചെറിയ എന്തോ വെച്ചു കൊടുത്തു. അദ്ദേഹം പിന്നെ നോക്കിയപ്പോൾ 100 രൂപയാണ്. അത് വലിയ സംഖ്യയല്ലെന്ന് നമുക്കറിയാം. ആ സിസ്റ്റർ പറഞ്ഞത് ഇതാണ്: അങ്ങയുടെ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയുള്ള എൻ്റെ ചെറിയ സഹായം. ഈ ബെന്നിസാറിനകത്ത് പിന്നെ എഴുതി, ഇപ്പോൾ ഒരു വ്യക്തി കൊടുക്കുന്നത് ചെറിയൊരു കാര്യമാണെങ്കിലും സുവിശേഷ വേലയ്ക്കുള്ള ആ വ്യക്തിയുടെ പരിത്യാഗമാണത്. ഒരു പക്ഷേ ആരെങ്കിലും കൊടുത്തതോ അല്ലെങ്കിൽ വലിയ മിച്ചം വെച്ചതിൻ്റെയൊക്കെ ആയിരിക്കാം ഈ ഒരു ചെറിയ ഒരു സംഖ്യ ഈ സഹോദരി ഈ സുവിശേഷ വേലയ്ക്ക് കൊടുക്കുന്നത്. അപ്പോൾ പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഇങ്ങനെയും നമുക്ക് ചെയ്യാമെന്ന് നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ അത് പ്രസംഗമുണ്ട്, അതിൽ സഹായങ്ങളുണ്ട്, അതിൽ പ്രാർത്ഥനയുണ്ട്, ഇതെല്ലാം ഉപരിയായിട്ട് അതിൽ ഒരു ജീവിത സാക്ഷ്യമുണ്ട്. അപ്പോൾ നമ്മൾ വേറെ എങ്ങും പോകണ്ട. പരിശുദ്ധമ്മ വേറെ എങ്ങോട്ടും പോയിട്ടില്ലല്ലോ. ഈശോ എങ്ങനെ ലോകം മുഴുവൻ കറങ്ങിയിട്ടൊന്നുമില്ല. ഒരു പക്ഷേ 100 കിലോമീറ്റർ ചുറ്റളവിൽ നിന്നാണ് അവൻ്റെ വചനം പ്രഘോഷിക്കപ്പെട്ടത്. അത് ജീവിതഗന്ധിയായതുകൊണ്ട് ആ പ്രഘോഷണം ഇന്നും ചരിത്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക, മനുഷ്യകുലത്തോളം സഞ്ചരിച്ചുകൊണ്ടിരിക്കുക, ലോക അവസാനം വരെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എത്ര ദൂരം പോയി, എത്ര പേരോട് പറഞ്ഞു എന്നുള്ളതല്ല, മറിച്ച് എത്രമാത്രം ജീവിച്ചു എന്നുള്ളതാണ്. ഫ്രഞ്ച് ഫിലോസഫറായ ഈ പോൾ കൗഡിൽ പറയുന്നൊരു കാര്യമുണ്ട്: ക്രിസ്തുവിനെക്കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ മാത്രം പറയുക, എന്നാൽ അവനെക്കുറിച്ച് ചോദിക്കാൻ തക്കവണ്ണം ജീവിക്കുക. അപ്പോൾ ക്രിസ്തുവിനെക്കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ മാത്രം പറയുക, എന്നാൽ അവനെക്കുറിച്ച് ചോദിക്കാൻ തക്കവണ്ണം ജീവിക്കുക. ഞാൻ നിങ്ങളും യേശു ക്രിസ്തുവിനെക്കുറിച്ച് മറ്റുള്ളവർ ചോദിക്കുന്ന രീതിയിൽ നമ്മൾ ജീവിക്കുന്നുണ്ടോ? നമ്മുടെ കുടുംബത്തിൽ ജീവിക്കുന്നുണ്ടോ? നമ്മുടെ സ്ഥാപനത്തിൽ ജീവിക്കുന്നുണ്ടോ? നമ്മുടെ ശുശ്രൂഷയിൽ ജീവിക്കുന്നുണ്ടോ? നമ്മുടെ ബന്ധങ്ങളിൽ ജീവിക്കുന്നുണ്ടോ? ആ ജീവിതമാണ് ഈശോ ആഗ്രഹിക്കുന്നത്. ആ ജീവിതമാണ് പ്രേക്ഷിത ജീവിതമായി മാറുന്നത്. ആ ജീവിതമാണ് പ്രേക്ഷിത പ്രവർത്തനമായി രൂപപ്പെടേണ്ടത്. ഈ ദൗത്യം എൻ്റെ നിങ്ങളുടെ മേലുണ്ട് എന്ന് മറന്നുപോകാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ യേശുവിൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തുമാറാകട്ടെ, യേശുവിന് മറ്റുള്ളവർ അറിയുമാറാകട്ടെ എന്ന് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.